നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഭരണഘടനയിലെ ചില അനുച്ഛേദങ്ങൾ അത് ചില സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദങ്ങളാണ്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സംസ്ഥാനങ്ങളും അനുച്ഛേദങ്ങളും. 371J അനുച്ഛേദം അത് ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 371J കർണാടകയുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദമാണ് കേട്ടോ. കർണാടകയുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദമാണ് 371J. 371Gയോ ജെയും ജിയും മാറിപ്പോവാതിരിക്കുക. 371J എന്ന് പറയുന്നത് കർണാടകയാണെങ്കിൽ 371G എന്ന് പറയുന്നത് മിസോറാമുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദമാണ്. അപ്പോൾ 371J കർണാടകയുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദമാണ്. 371G എന്ന് പറയുന്നത് മിസോറാമുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദമാണ്. അടുത്തതായിട്ട് ആർട്ടിക്കിൾ 371A എന്ന് പറയുന്നത് ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ 371A നാഗാലാൻഡുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദമാണ്. അപ്പോൾ 371J കർണാടകയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. 371G മിസോറാമുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. 371A നാഗാലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. 371H എന്ന് പറയുന്ന ആർട്ടിക്കിൾ 371H അരുണാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ആന്ധ്രാപ്രദേശിനെയും തെലങ്കാനയും സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥ അടങ്ങുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 371D ആണ്. ആർട്ടിക്കിൾ 371D. 371C അനുച്ഛേദം ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 371C മണിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. അപ്പം സംസ്ഥാനങ്ങളും അനുച്ഛേദങ്ങളും നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 371J കർണാടകയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 371G മിസോറാമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 371A നാഗാലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 371H എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ആന്ധ്രാപ്രദേശിനെയും തെലങ്കാനയും സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥ അടങ്ങുന്ന അനുച്ഛേദം 371D ആണ്. 371C അനുച്ഛേദം മണിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ 371B എന്ന് പറയുന്നത് ആസാമുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദമാണ്. മഹാരാഷ്ട്രയെയും ഗുജറാത്തിനെയും സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥകൾ അടങ്ങുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ അത് 371 371I അനുച്ഛേദം ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഗോവയാണ്. ആന്ധ്രാപ്രദേശിൽ കേന്ദ്ര സർവകലാശാല സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം 371E ആണ്. അപ്പോൾ 371I ഗോവയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആന്ധ്രാപ്രദേശിൽ കേന്ദ്ര സർവകലാശാല സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് 371E. ഏത് സംസ്ഥാനത്തിന് വേണ്ടിയാണ് 371F എന്ന അനുച്ഛേദം ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതെന്ന് ചോദിച്ചാൽ അത് സിക്കിമിന് വേണ്ടിയിട്ടാണ്. 371F ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് സിക്കിമിന് വേണ്ടിയിട്ടാണ്. 371E എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ കേന്ദ്ര സർവകലാശാല സ്ഥാപിക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദമാണ്. 371I എന്ന് പറയുന്നത് ഗോവയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 371 മഹാരാഷ്ട്രയെയും ഗുജറാത്തിനെയും സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥകൾ അടങ്ങുന്ന അനുച്ഛേദമാണ്. അതുപോലെ 371B അസാമുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. 371J എന്ന് പറയുന്നത് കർണാടകയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 371G മിസോറാം, 371A നാഗാലാൻഡ്, 371H അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയും സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥകൾ അടങ്ങുന്നത് 371D ആണ്. 371C അനുച്ഛേദം മണിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ടതാണ്.